ഇവിടെ ആരുമില്ലേ? കനകന്റെ വീട് ഇതല്ലേ? കനകനുണ്ടോ ഇവിടെ? ഇല്ല, ഓഫീസിൽ പോയിരിക്ക. ആരാ കനകന്റെ? ആരാ? വൈഫാണ്. പേരെന്താ? ജമന്തി. എനിക്ക് കനകനെ കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ജമന്തി. എന്താ കാര്യം? ഞാൻ പറയാം. ഇല്ല, എനിക്കത് കനകനോട് നേരിട്ട് പറയാനുള്ള കാര്യം ഞാൻ കനകനോട് നേരിട്ട് പറഞ്ഞോളാം. എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. പേരെന്താ? എന്റെ പേര് സിനീന. എന്താ കാര്യം? എനിക്ക് കനകനെ കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ജമന്തി. അതല്ല, എന്താന്ന് വെച്ചാ ഞാൻ പറയാം. ഇല്ല, കനകനോട് നേരിട്ട് പറയാനുള്ള കാര്യം. അപ്പൊ ഞാൻ കനകനെ കണ്ട് ഡയറക്റ്റ് തന്നെ പറഞ്ഞോളാം. സിനി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി, കനകനെല്ലാം മനസ്സിലായിക്കോളും. ഓഫീസിൽ കാണുമോ? ഇപ്പൊ പോയാല് ഓഫീസിൽ നിന്ന് കാണാൻ ഞാൻ അവിടെ ഉണ്ടാവുമായിരിക്കും. ഇനി എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും അറിയില്ല. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ 5 മണി കഴിഞ്ഞ് വരാം. എന്തായാലും എനിക്ക് കണ്ടേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ 5 മണി കഴിഞ്ഞ് വരാം. എങ്ങും പോകരുതെന്ന് പറയണേ. ഞാൻ എന്തായാലും 5 മണി കഴിയുമ്പോൾ വരും. എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് പറയണം. ഇത്ര അത്യാവശ്യമാണെങ്കിൽ എന്നോട് പറയാം. അത്യാവശ്യമാ ജമന്തി, പക്ഷെ എനിക്കിത് കനകനോട് നേരിട്ട് പറയാനുള്ളതാ. ജമന്തിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതല്ല, എന്താന്ന് വെച്ചാ വരുമ്പോ പറയാലോ. വരുമ്പോ സിനി വന്നു പറഞ്ഞാ മതി. കനകന്റെ അമ്മ ഇവിടെ ഇല്ലേ? ഇല്ല. ക്ലീറ്റസ് ഇവിടെ എവിടെ താമസിക്കുന്നേ? അവിടെയാണോ? ആളുണ്ടോ അവിടെ? അറിയില്ല. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. എനിക്ക് ക്ലീറ്റസിനെയും കൂടെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നിട്ട് വരാം. കനകൻ വരുമ്പോ പറയാൻ മറക്കരുത്. സിനി കേട്ടോ, എല്ലാം അറിയാം കനകന്. ഞാൻ അവിടെ നിന്ന് പോയിട്ട് വരാം. ക്ലീറ്റസേ, ക്ലീറ്റസ്. ക്ലീറ്റസിന്റെ വീടല്ലേ ഇത്? അതെ. ക്ലീറ്റസ് ഉണ്ടോ ഇവിടെ? അയ്യോ, ക്ലീറ്റോ ഇല്ലല്ലോ. അയ്യോ കഷ്ടം. ഞാൻ അവിടെ കനകനെ കാണാൻ വന്നപ്പോ കനകനും അവിടെ ഇല്ല. ഇവിടെ വന്നപ്പോ ക്ലീറ്റസും ഇവിടെ ഇല്ല. എന്തെങ്കിലും കാര്യം സാധിക്കാനാണെങ്കിൽ പാർട്ടി ഓഫീസിൽ ചെന്നാൽ മതി. ഈ സമയത്ത് അവിടെ ഉണ്ടാവും. പാർട്ടി ഓഫീസിൽ നിന്ന് കാണേണ്ട കാര്യമില്ല. ഇത് കുറച്ച് പേഴ്സണൽ കാര്യമാണ്. എനിക്ക് ക്ലീറ്റസിനോട് നേരിട്ട് പറയാനുള്ളതാ. പേഴ്സണലോ? എനിക്ക് നേരിട്ട് സംസാരിക്കണം ക്ലീറ്റസിനോട്. എന്നോട് പറഞ്ഞു? നിങ്ങളാരാ? ഞാൻ ക്ലീറ്റോന്റെ ഭാര്യയാ. ക്ലീറ്റസിന്റെ ഭാര്യയോ? എന്തേ? നിങ്ങളോ? എന്തേ? ഞാൻ വിശ്വസിക്കില്ല. അയ്യേ, അതെ. ക്ലീറ്റസിന്റെ ഭാര്യ സങ്കല്പവേ ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ ക്ലീറ്റസിന്റെ ഭാര്യ എന്ന് പറയാൻ ഞാൻ വിശ്വസിക്കുക? ക്ലീറ്റസിന്റെ ഭാര്യ സങ്കല്പം ഇതല്ലായിരുന്നു. അതല്ലേ? പിന്നെ എങ്ങനെയായിരുന്നു? അത് കുറച്ച് വെളുത്ത് സുന്ദരിയായ ഇതുപോലൊക്കെ ഇരിക്കുന്നൊരു പെണ്ണായിരുന്നു. കണ്ണാടി നോക്കാറില്ലല്ലേ ചേച്ചി? എന്താ? കുറച്ച് മുടിയിലോട്ടും കൂടിയാണെങ്കിൽ വാരിത്തേക്കായിരുന്നില്ലേ? എന്താ ഇങ്ങനെ വീട്ടിൽ വരുന്ന സ്ത്രീകളോട് ഇങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നേ? അതെ, എന്നെ ക്ലീറ്റോ സ്നേഹിച്ച് കിട്ടിയത് എന്റെ പുറകെ നടന്നപ്പോ സൗന്ദര്യ സങ്കല്പം ഇതെല്ലാന്നൊന്നും നിങ്ങൾ പറയണ്ട. ബെസ്റ്റ്. ക്ലീറ്റസ് പുറകെ നടന്ന് പ്രേമിച്ച് കിട്ടിയ മുതലാ ഇത്. നിങ്ങളിപ്പോ എന്ത് കാര്യത്തിലേ വന്നേക്കണേ? ക്ലീറ്റോനെ കാണാനൊന്നും പറ്റില്ല കേട്ടാ. എനിക്ക് ക്ലീറ്റസിനെ കണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. എന്നാ നിങ്ങൾ ഇവിടെ നിൽക്കലേണ്ടാവുള്ളൂ. ക്ലീറ്റോനെ കാണാൻ പറ്റില്ല. എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. നിങ്ങളോട് പറയാൻ പറ്റില്ല. എനിക്ക് ക്ലീറ്റസിനോട് നേരിട്ട് പറയേണ്ട കാര്യമാണ്. ഇത് എന്ത് കളിയത്? ക്ലീറ്റസിന് അറിയാം. സിനി എന്ന് പറഞ്ഞാൽ അറിയാം. ക്ലീറ്റസിന് എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ പോയിക്കേ. അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ കാണാൻ വന്നാണോ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇത് എന്ത് പാട്? ക്ലീറ്റോ ഇവിടെ ഇല്ല. എവിടെ ഉണ്ടെന്ന് പറ, ഞാൻ അവിടെ പോയി കണ്ടോളാം. എന്തിനീ പാട് പറഞ്ഞ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പറഞ്ഞോളാം. ക്ലീറ്റസിനോട് പറയേണ്ട കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എവിടെ പോയാൽ കാണാൻ പറ്റും? എനിക്കറിയില്ല. അതെ, നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ക്ലീറ്റസ് അവിടെ ഇരിക്കുന്നേ. ഇടയ്ക്ക് ഞാൻ ഉത്തരത്തിന്റെ മോളിൽ കയറ്റി. ശരി, വാഴക്കൊല പൊഞ്ഞിട്ട് വെക്കുമായിരിക്കും. നിങ്ങളല്ലേ പെണ്ണുമ്പിള്ള, അതും ചെയ്യില്ല അപ്പുറവും ചെയ്യും. എനിക്ക് ക്ലീറ്റസിനെ കാണണം. ഇപ്പൊ പഞ്ചായത്ത് ഓഫീസിൽ എവിടെ ഉണ്ടെന്നിട്ട് പാർട്ടി ഓഫീസിൽ എവിടെ ഉണ്ടെന്ന് പറഞ്ഞ ആദ്യം. പാർട്ടി ഓഫീസിലൊന്നും അങ്ങനെ പോവാറൊന്നുമില്ല. പാർട്ടി ഓഫീസിൽ എവിടെ ചെന്നാ കാണാൻ പറ്റുന്ന കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മോ, കഴുത്തിന് ചുറ്റും നാക്കുമായിട്ട് നിക്കിയ സ്ത്രീയെ ക്ലീറ്റോനെ ഇപ്പൊ കാണാൻ കണ്ടിട്ടില്ല. എന്റെ ക്ലീറ്റസ് ഒളിച്ചു പോയോ? ഇങ്ങനത്തെ സാധനത്തിൻ്റെ ഒക്കെ എങ്ങനെ ജീവിക്കും? ഒളിച്ചോടി പോയി കാണും. അത് തന്നെ സംഭവം. ഇങ്ങോട്ട് നോക്കി, ക്ലീറ്റസിന് എവിടെ പോയാൽ കാണാൻ പറ്റും? എനിക്ക് കണ്ടിട്ടേ പറ്റുള്ളൂ. കാണാതെ ഞാൻ പോകത്തില്ല. കാണാൻ പറ്റില്ല. കാണണം. എനിക്ക് കാണാതെ പോകാൻ പറ്റില്ല. എനിക്ക് കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് നോക്കി, അവിടെ പോയി പാർട്ടി ഓഫീസിൽ പോയി കാണട്ടെ. അങ്ങോട്ട് നോക്കാം, എന്റെ മുഖത്തോട്ട് നോക്കാം. പാർട്ടി ഓഫീസിൽ പോയി കാണട്ടെ. പാർട്ടി ഓഫീസിലില്ല. പിന്നെ ഞാൻ എവിടെ പോയി തപ്പണം? അറിയില്ല. തപ്പ് വല ഇട്ട് നോക്കാം. നല്ല ബെസ്റ്റ് ഭാര്യ. ഭർത്താവ് എവിടെ പോയതാന്ന് അറിയില്ല പോലും. നല്ല ബെസ്റ്റ് ഭാര്യ. എന്റെ ഒക്കെ കെട്ടിയന്മാർ എവിടെ പോകുന്നത് എനിക്കറിയാം. എന്ത് ഭാര്യ ഇത്? കഴുത്തിന് ചുറ്റും നാക്കുമായിട്ട് ഇങ്ങനെ വെക്കാൻ മാത്രമല്ല, എന്തിനു കൊള്ളാം. അതെ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, ക്ലീറ്റസിന് എവിടെ പോയി കാണാൻ പറ്റും? എനിക്കറിയില്ല.
പാർട്ടി ഓഫീസിൽ പോയി കാണാൻ പറ്റുമോ? പാർട്ടി ഓഫീസിലൊന്നും ഇപ്പൊ പോവാറില്ല. ഇനി അവിടെ ചെന്ന് വെറുതെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്തായാലും ക്ലീറ്റസിനെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. ക്ലീറ്റസിനെ കണ്ടുപിടിച്ചിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ. എന്താണ് എന്തേ എന്തൊക്കെ മാറ് എന്താ ഒരു സന്തോഷം? ഒരു സന്തോഷം സന്തോഷം എന്താ? ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ ഉമ്മറത്തൊക്കെ ഇങ്ങനെ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ പിന്നെ അതൊരു സന്തോഷമല്ലേ? അല്ല, സാധാരണ ഭയങ്കര ക്ഷീണമൊക്കെ ആണല്ലോ. ക്ഷീണം തന്നെയാ. ഇന്ന് എന്തായാലും ഒരു സന്തോഷം ഉണ്ടെന്ന് മുഖത്ത്. സന്തോഷിക്കണല്ലേ വേണ്ടത്. എന്താണ് കാര്യം? പറ. എന്നോട് പറ. എന്താണ്? ആരാ സിനി? സിനിയോ? അതന്നെ ഞാനും ആലോചിക്കണം. ആരാ ഈ സിനി? എന്ത്? അല്ല, അവളിന്ന് ഓഫീസിലും വന്നു തന്നെ അന്വേഷിച്ചിട്ട്. ഓഫീസിൽ വന്നോ? ആ. പിന്നെ എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ വന്നോ? അല്ല പിന്നെ ഇവിടെ വന്ന് എന്തിനാ വന്നേന്ന് എന്നോടാണോ ചോദിക്കണേ? നിങ്ങൾക്കല്ലേ അറിയണേ. അപ്പൊ എന്തിനാ വന്നത് നിനക്കങ്ങ് ചോദിച്ചൂടെ? ആ, ഞാൻ ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? അവള് പറഞ്ഞു നിങ്ങളോട് നേരിട്ട് പറയാനുള്ള കാര്യമാണ്. അപ്പൊ അത് കറണ്ടിന്റെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. പിന്നെ കറണ്ടിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഏട്ടന്റെ ഭാര്യയാന്ന്. അപ്പൊ എന്നോട് പറയാലോ കറണ്ടിന്റെ കാര്യമാണെങ്കിൽ. അത് പറയാം. പിന്നെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് അവളോടല്ലേ ചോദിക്കണ്ട്. അവള് പറയാത്തന്നെ ഞാനെന്ത് ഉത്തരവാദിയാണ്? നിങ്ങൾ ചുമ്മാ കളിക്കല്ലേ, കാര്യം പറയേണ്ട അടുത്ത്. ഞാൻ എന്ത് പറയാനാണെന്ന് എനിക്കെന്തറിയും? ഞാൻ അറിയാത്ത എന്ത് കാര്യം നിങ്ങൾക്ക് ഉള്ളത്? എടീ ഒന്നുമില്ല. ചിലപ്പോ എന്തെങ്കിലും ഈ ഓഫീസ് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിരിക്കും. അതിപ്പോ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് എന്നോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ലീറ്റോ ചേട്ടനെ അന്വേഷിച്ച എന്തിനാ? ക്ലീറ്റോയെ അന്വേഷിച്ചോ? അപ്പൊ ക്ലീറ്റസ് എന്തെങ്കിലും ഒപ്പിച്ച് കാണും. ആരാ എന്താ ഒപ്പിക്കണേന്നൊക്കെ ആർക്കാ അറിയണേ? നീ എന്തോ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്. പിന്നല്ലാതെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ക്ലീറ്റോ ചേട്ടൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് ഓഫീസിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പൊ എന്താ കാര്യം? ആർക്കറിയാം. എന്റെ അടുത്ത് അഭിനയിക്കല്ലേ കൂടുതല്? നീ എന്താണ് ഒരുമാതിരി ഇല്ല, മാറില്ല. കാര്യം പറ എന്റെ അടുത്ത്. എന്തെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാതെ ഒരു പെണ്ണെങ്ങനെയാന്ന് ഇവിടെ കയറി വന്നേ? ഞാൻ എന്റെ ജമന്തി, ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ. ഇത് ആരാണ് ഈ സീനിന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അല്ലാതെ ഒരു പെണ്ണ് ഇവിടെ കയറി വരുമോ? എന്റെ അടുത്ത് ധൈര്യത്തോടെ സംസാരിക്കോ? നീ ഇനി ഇതിന്റെ പേരിൽ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞു കേട്ടാ. ഞാൻ അറിയാത്ത എന്തോ കാര്യം നിങ്ങൾക്കുണ്ട്. എന്ത് കാര്യം? നീ എന്താണോ നീ സാധിച്ചോ? അല്ലെങ്കിൽ പിന്നെ അവക്കും നിങ്ങൾക്കും ഒന്നും എന്റെ അടുത്ത് പറയാൻ പറ്റുള്ളല്ലോ. എനിക്ക് അറിഞ്ഞൂടാന്ന്. എനിക്ക് ഈ സിനീനെ അറിയില്ല. എന്താണ് അവളുടെ വിഷയം എന്താന്ന് പറഞ്ഞൂടാ. പിന്നെ വെറുതെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണത് എന്തിന്? പിന്നെ ഞാൻ ആരെടുത്ത് പോയി ചോദിക്കണം? വഴി പോണവരോട് ചോദിക്കണം. അപ്പൊ നീ ക്ലീറ്റസിനോട് ചോദിച്ചോ? ഞാൻ എന്തിനാണ് കണ്ടവരോട് പോയി ചോദിക്കണേ? എനിക്ക് എന്റെ ഭർത്താവിനോടല്ലേ ചോദിക്കേണ്ടത്? നീ വെറുതെ വഴക്കിന് നിൽക്കലുണ്ട് എന്റെ പൊന്നു ജമന്തി. എനിക്ക് വയ്യ. അതാണ്. പറ്റില്ലല്ലോ. ആരാണ് പറഞ്ഞിട്ട് പോയാ മതി. പെണ്ണിന്റെ ചിഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു. അയ്യോ ഇല്ലിക്കോടടി മുടി പോ. എന്തടി? ഹലോ, എന്താണ് ഇത്ര വലിയ ഗൗരവം? പക്ഷെ ഏതായാലും ഗൗരവത്തിന് ഇതല്ല, കണ്ണിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. അത് ഈ പഞ്ചായത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ എത്രയോ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. അതെ, നിനക്ക് ഈ ഗൗരവം ചേരണ്ട. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങളുടെ സങ്കല്പം എന്തായിരുന്നു? അതൊന്ന് പറഞ്ഞ് എനിക്ക് അറിയാൻ വേണ്ടിട്ടാ. എന്റെ സങ്കല്പം എന്നൊക്കെ പറഞ്ഞാ, അപ്പൊ സങ്കല്പം ഉണ്ടായിരുന്നല്ലേ? പിന്നെ സങ്കല്പമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവുമോ? നിനക്കില്ലേ സങ്കല്പം? പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ പുറകെ നടന്നേ? സങ്കല്പത്തിലുള്ളവളെ കെട്ടിയാ മതിയായിരുന്നല്ലോ. ഞാൻ വന്നോ നിങ്ങളുടെ പുറകെ? അല്ല, നമ്മളിപ്പോൾ സങ്കല്പിച്ചാലും അതെല്ലാം പൂർണ്ണമായിട്ട് അതുപോലെ ഒന്നും നടക്കില്ല. പിന്നെ എല്ലാവരും എല്ലാ സങ്കല്പങ്ങളും നടന്ന് വലിയ സന്തോഷത്തോടെ നടക്കൂലേ? പിന്നെ ചില കുറവും പോരായ്മകളൊക്കെ വരും. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. സങ്കല്പത്തിലല്ല അല്ല ഞാൻ ഈ കാണായ ലോകത്ത് മുഴുവൻ അത് പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? തങ്കം,
നീ ചില സമയം ഈ പ്രതിപക്ഷത്തിരിക്കണമാർ ഓരോരോ വാലും മൂലയില്ലാതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കും. അതുപോലെ പറയരുത് എൻ്റെ അടുത്ത്. ഞാൻ നിന്നെ പറ്റി ആരോട് എന്ത് പറഞ്ഞെന്ന്? വന്നായിരുന്നു ഇന്നിവിടെ. ആര് വന്നു? നിങ്ങളുടെ തല. എൻ്റെ തല എന്ന് പറയുമ്പോൾ എൻ്റെ തന്ത പാലായി നിഞ്ഞ് വന്നോ? എന്തിന്? സിനി. ഇനി അറിയില്ല എന്ന് പറയൂട്ടപ്പോ. അപ്പൊ പറയും അറിയില്ല. പറഞ്ഞോ, ഞാൻ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക. എനിക്കറിയാം സിനിയെ. അവൾ വന്നിരുന്നോ? അവൾ ഇവിടെ കയറി വന്നിട്ട് അവൾ എന്നിട്ട് എന്ത് പറഞ്ഞു? അല്ല ഞാൻ ചോദിച്ചത് അറിയില്ല എന്ന് ഞാൻ പറയൂന്ന് പറയാം. എല്ലാം നീ തന്നെ അങ്ങ് പറഞ്ഞാൽ പിന്നെ അറിയാത്ത ഒരാളിനെ പറ്റി ഞാൻ എന്താ പറയാൻ? എടി ആര് വന്നെന്നാ നീ വല്ല പറയണ്ടേ? തങ്ങ തെളിച്ച് പറയണം. ഇന്ന് ക്ലീറ്റോനെ അന്വേഷിച്ച് ഒരു സിനി വന്നു. സിനി അല്ലടി, മിനി. ഓ, അപ്പൊ വേറെ ആൾക്കാരുണ്ടല്ലേ? അയ്യോ എന്റെ പൊന്നെ, അതൊരു ലോൺ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഒരുത്തി കുറെ ദിവസം. ലോണും കീഴൊന്നും അല്ല. ലോൺ എന്ത് പറഞ്ഞാലും ഒരു ലോണിൽ അങ്ങ് പിടിച്ച് കയറിക്കോ. അല്ല മിനി എന്ന് പറഞ്ഞ ഒരു പെണ്ണിന് ഞാനൊരു ലോൺ ശരിയാക്കി കാണാൻ വേണ്ടി വന്ന, കാണാത്തോണ്ട് അന്വേഷിച്ചു വന്നായിരിക്കും. എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നോ? എന്നിട്ട് അവള് പറയാ എന്താ ക്ലീറ്റോന് പറ്റിയത്? ക്ലീറ്റോന്റെ സങ്കല്പത്തിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നിങ്ങളുടെ സങ്കല്പത്തിൽ എന്തായിരുന്നു പിന്നെ? അങ്ങനെ അവള് പറഞ്ഞോ? സത്യമായിട്ട് എന്റെ പൊന്ന് തങ്ക, എന്റെ സങ്കല്പം ഇത് തന്നെയാണ് എന്റെ സങ്കല്പം. ഇത് ആരപ്പാ ഈ വന്നിട്ട് പോയത്? എടി എനിക്ക് സത്യമായിട്ട് എനിക്ക് ഒരു സിനിമ അറിയില്ല പൊന്നെ. സോപ്പിടണ്ട, എനിക്കെല്ലാം മനസ്സിലായി ക്ലീറ്റോ, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഞാനേ സത്യം പറ വിശന്ന് അടപ്പളകി വന്നിരിക്കുകയാണ്. നീ കഴിക്കാൻ വല്ല ഉണ്ടെങ്കിൽ എടുക്ക്. ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. എന്റെ കൈ കൊണ്ട് പച്ച വെള്ളം നിങ്ങൾക്ക് ഇനി കിട്ടയില്ല. നിങ്ങൾ സീനിയുടെ അടുത്ത് പോയി തിന്നോ. എന്റെ കർത്താവ്, ഓരോ ദിവസം വരുമ്പോ ഓരോ കുരിശാണല്ലേ ഇത്. കുരിശുണ്ടാക്കി വെച്ചിട്ടല്ലേ? ഞാൻ എന്തുണ്ടാക്കി ഞാൻ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചല്ലേ ഈ കുടുംബത്തിരിക്കുന്നത്? എന്നിട്ട് കരക്കാര് പെണ്ണുങ്ങൾ വന്നിട്ട് ഓരോന്ന് അനാവശ്യം പറയുന്നു ഇവിടെ. എടി ഏതെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നീ ഉടനെ അതിന്റെ പിന്നാലെ അതങ്ങ് വിശ്വസിച്ചോണം. പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ എങ്ങനെ അവള് ഈ വീട് ക്ലീറ്റോന്റെ ആണെന്നും ക്ലീറ്റോന്റെ ഭാര്യ ക്ലീറ്റോ ഒരു പ്രമുഖനാണ്, 10 ആൾ അറിയണ ഒരാളാണ്. എന്നെ പറ്റി നിങ്ങൾ മാത്രമേ. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനായിട്ട് ഇതുപോലെ പല പെണ്ണുങ്ങളും പല ആണുങ്ങളും പല വേഷത്തിലും പല രീതിയിലും വരും. അതൊക്കെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടെങ്കിലും പോരണം. ഓ കർത്താവേ, അടിക്കാനും പറ്റൂലല്ലോ. എനിക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ട് ഞാൻ സങ്കല്പത്തിലല്ലാന്ന് പറയണ. ഞാനാ കൊള്ളാം. ഓരോ കത്തുമ്പോ തന്നെ ഊഞ്ഞാലാടണം. അല്ല പിന്നെ ഞാൻ എന്ത് വേണം? അളിയാ ഞാൻ എരുതിയിൽ എരിഞ്ഞോണ്ടിരിക്കുക. എടേ എന്റെ അവസ്ഥ തന്നെയല്ലേ. നിന്നെ കാണാൻ വന്നവള് നിന്നെ കണ്ടങ്ങ് പോയാ പോരെ. വെറുതെ എന്റെ കുടുംബം തകർക്കാൻ നിൽക്കുന്നത് ഞാൻ അതാലോചിക്കുന്നത്. എങ്ങനെ എന്നെ കാണാൻ വന്നത് നീ അങ്ങ് ഉറപ്പിച്ചാ? നിന്നെ കാണാൻ വന്നിട്ടാണ് എന്റെ വീട്ടിലോട്ട് വന്നത്. എന്നെ കാണാൻ വന്നത് നീ അങ്ങനെ പറയുന്നത്? എന്നെ കാണാൻ പിന്നെ ആര് വന്ന്? എന്റെ അളിയാ, നീ ആരെങ്കിലും കണക്ഷൻ ശരിയായി കൊടുക്കാന്ന് പറഞ്ഞ പോലെ പൈസ വല്ലതും മേടിച്ചോ? അത് ശരിയാവാത്തോണ്ട് ഒരു പൊതുപ്രവർത്തനെ കണ്ട് പരാതി പറഞ്ഞിട്ട് പോവാന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഓ ഇല്ല, നീ അങ്ങനെ ആണെങ്കിൽ തന്നെ അവളെ എന്നെ കണ്ടാ പോരെ. അവള് നിന്നെ കൂടി കാണുന്നതിന് അതന്നെ. ഹലോ, ക്ലീറ്റസാ? ഏത്? ഇന്ന് വന്നിരുന്നോ? എടി നീയോ? എടി പോത്തേ, ഈ വന്നെങ്കിൽ ഒരു വാക്ക് നിനക്ക് വിളിച്ചു പറഞ്ഞു എടി. നാളെ വരുമല്ലോ. നാളെ നീ വരണം എൻ്റെ പൊന്നുമോളെ. നീ നാളെ വന്നേ പറ്റൂ. അതിപ്പോ ഞങ്ങളുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുക. ഓഹോ, ശരി. ആരാണ്? ഓ എന്റെ പൊന്നളിയാ, നമ്മുടെ കൂടെ പഠിച്ചില്ലേ മറ്റേ സിനി പ്രസാദ്. അടിയാ മറ്റേ മൂക്ക് ഇതുള്ള സിനിയാ? ഓ അവളാ ഇന്ന് വന്നിരുന്നത്. ഇത്തിരി കഷ്ടമാന്ന് നോക്കണേ. നാളെ വരുന്നുണ്ട്. പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞില്ല അവള്. എന്തായാലും നിന്നെ കാണാൻ തന്നെ ആയിരിക്കും. എന്നെ ഇങ്ങനെ കുറെ പിന്നാലെ നടന്നല്ലേ? അതൊന്നുമില്ല. ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ 7B പഠിച്ചപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഐ ലവ് യു എന്ന് പറഞ്ഞു. 7B എന്നല്ല 8, 9, 10 ഒക്കെ നീ ഞാൻ ഒറ്റ പ്രാവശ്യം അവളുടെ അടുത്ത് പറഞ്ഞോളൂ. കാരണം അതിന്റെ ഭവിഷ്യത്ത് ഞാൻ അനുഭവിച്ചു. അവളെന്നെ ചീത്ത വിളിച്ച് പിടിച്ചു. ഞാൻ ആരോടും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല സത്യം. പക്ഷെ ഇതിപ്പോ എന്റെ സംശയം നിന്റെ തെളിവുമായിട്ടായിരിക്കും അവള് പറഞ്ഞത്. എന്റെ എന്ത് തെളിവ്? മറന്നു പോയാ? നീ എഴുതി കൊടുത്തല്ലോ ലവ് ലെറ്റർ. ഓ ഞാൻ കൊടുത്തത് ക്ലാസ്സിലുള്ള എല്ലാ ചെറുക്കന്മാരും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കണത്. പിന്നാണല്ലോ എനിക്ക് അബദ്ധം മനസ്സിലായത്. നിങ്ങളൊക്കെ തന്നെയാണ് എന്റെ ആൾക്കാർ. ഇല്ലില്ല, സംഭവം നീ വേറെ സംഭവം അറിയാമോ? ക്ലാസ്സിലുള്ള ബാക്കി കൊടുത്തവരുടെ എല്ലാം തിരിച്ചു ചുരുട്ടി അവളങ്ങ് കൊടുത്തു. നിന്റെ മാത്രം കൊടുത്തില്ല. മാത്രം നിന്റെ ലവ് ലെറ്ററേ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല. നീ അന്ന് അതിനകത്ത് എഴുതി വെച്ച ഓർമ്മയുണ്ട?
അരുമയായ സിനിക്കുന്നു നീ എഴുതിയത് എരുമയായ സിനിക്കും. ചായ കട്ടണം എന്തേലും കിട്ടുമോ? കിട്ടോ? എന്തിനാ ഇവര് ചായ കട്ടണം തന്നിടത്ത കാര്യം നോക്കുന്നത്? രണ്ടെണ്ണത്തിന് മോൻ നോക്കൂ. ഇത് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ നോക്കണേ? ക്ലീറ്റോ ചേട്ടാ സത്യം പറ, ആ പെണ്ണും ഏട്ടനും തമ്മിൽ എന്താ ബന്ധം? കുന്തം ഞാൻ അവള് മതണ്ട നന്നായി. നീ എന്റെ പാട്ട് പോടി. നീ അവനെ സംശയിക്കണ്ട, ഇത് കളി വേറെയാ. കനക സത്യം പറ കനക, ഈ മനുഷ്യൻ എന്താ പെണ്ണുമായിട്ട്? എന്റെ തങ്ക ഇത് എന്റെ തങ്കൊന്നൊന്നും പറയണ്ട. ആ പെണ്ണിനെ നിങ്ങളെ രണ്ടുപേരെ നല്ല കറക്റ്റ് ആയിട്ട് അറിയാം. നിങ്ങൾ രണ്ടുപേർക്കും അറിയാവുന്ന എന്തോ രഹസ്യം അവർക്ക് ഉണ്ട്. ഞങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും സത്യം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല. അത് നോണായിട്ടാ നിങ്ങൾ കരുതൂ. അതെ, ആ മുഖം കണ്ട കള്ളത്തരം. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നാട്ടെ ഇവളുടെ മുഖത്തുണ്ട്. അത് പാരമ്പര്യമാണോ? കള്ളത്തിന് എനിക്കൊന്നും അല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കലേ ക്ലീറ്റോ. ഇത് എന്താണ് ഇത്? എന്താന്നാ എടാ നീ കേക്കണം. സൗന്ദര്യ സങ്കല്പം അവളോട് വിളമ്പാൻ പോയിക്കണം. ആ നേരത്തെ ഈ മനുഷ്യൻ എന്റെ പുറകെ നടക്കാടാ, എന്നെ പ്രേമിക്കുന്നു പറഞ്ഞ് മറ്റു നാരങ്ങ മിഠായും കൊണ്ട്. അതിപ്പോ എന്താന്ന് വെച്ചാൽ അളിയാ, അവള് എന്റെ പുറകെ നടന്ന് ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സൗന്ദര്യ സങ്കല്പം ഇങ്ങനല്ല എന്റെ പൊന്നു വെച്ചാൽ എന്നെ വിട്ടരേന്ന് പറഞ്ഞതാ. അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. സത്യം. എന്തായാലും അവള് വരുന്നുണ്ടല്ലോ, അവള് വരട്ടെ. അവള് വരന്നു കഴിഞ്ഞാൽ അവള് വന്നോട്ടെ. അതിനു മുമ്പ് നിങ്ങൾ പറയില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ? നിങ്ങൾ നുണ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. സത്യമാണ് പറഞ്ഞെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ. സത്യം പറഞ്ഞാലും നിങ്ങൾ എടുക്കില്ലല്ലോ. ഇത്ര നേരം ഇവിടെ ഇരുന്ന് കള്ളത്തിൽ ആലോചിച്ചിട്ട് ഇപ്പൊ നോണോളുമ്മാൻ വേണ്ടിട്ടല്ലേ ഞങ്ങളുടെ അടുത്ത്. നീ നേരെ പാട്ട് പോക്കാൻ വെറുതെ എന്റെ വായിലേക്ക് കേൾക്കട്ടോ. ആ പെണ്ണുങ്ങോട് വരട്ടെ. ഞങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ അവളോട് ചോദിച്ച് തെളിയിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളോട് വേണമെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ ഇട്ടിട്ട് പോവാം. ഓ ഇതൊരു കഷ്ടം. ഹലോ, ഇത് ആരൊക്കെയാണ്? എന്തൊരു മാറ്റമാണ്. നിങ്ങളും ആകെ മാറിപ്പോയി. കണ്ടറിയത്തില്ലാത്ത പരുവായി രണ്ടുപേരും. ഇത് ഭയങ്കര മാറ്റമാണ്. നിനക്ക് മറ്റേ കോന്ത്രം വല്ല കോന്ത്രപ്പല്ലൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അല്ലേ അതൊക്കെ കൊള്ളാവോ? അയ്യ ബോറാണ് ഇതൊക്കെ. കുഴപ്പമൊന്നുമില്ല. കണ്ണു നോക്കിയാണ്, അതിലൊരു മാറ്റമില്ല. നിനക്ക് എന്താ സത്യത്തിൽ അവിടെ പണി? നീ ആ കറുത്തുപോയി. കറുത്തു പോയോ? അല്ല ഇപ്പൊ എവിടെയാണ്? ഞാൻ 10-16 വർഷമായിട്ട് ദുബായിലല്ലേ. പ്രവാസി ജീവിതം ജീവിക്കണ്ടേ? അവിടെ എന്താ പരിപാടി? ഹസ്ബൻഡിന് അവിടെ ക്ലിനിക്കല്ലേ. പക്ഷെ ഞാനിങ്ങനെ തോന്നുന്നു നാട്ടില് സെറ്റിൽ ആവുക. അടുത്തു ഹസ്ബൻഡ് തിരക്ക്, ഞാൻ അവിടെ ഒറ്റയ്ക്ക്. ഹസ്ബൻഡിന് കൊടുത്തുന്നാണ്. അല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ വിശേഷങ്ങള്? ഞങ്ങളുടെ വിശേഷങ്ങൾ ഭയങ്കരാണ് ഇവിടെ. അല്ല ഇതെന്താ? ഹലോ, അറിയോ ആളിനെ? നിനക്ക് മനസ്സിലായാ? ഞങ്ങൾ തമ്മിൽ ഒന്ന് പരിചയപ്പെട്ടു മുമ്പ്. അല്ലാതെ നിനക്ക് എടി നമ്മുടെ കൂടെ പഠിച്ച സിനി നിനക്ക് ഓർമ്മയില്ല? സിനിയെ കണ്ടിട്ടില്ല? അവന് ഗെറ്റപ്പ് ഒന്നും ഇങ്ങനെയല്ല. അവള് തങ്കത്തിനെ കണ്ടിട്ട് മനസ്സിലായേ ഇല്ല. അതെങ്ങനെ? തങ്കത്തിന് പണ്ടേ സുന്ദരി പെണ്ണുങ്ങളെ കാണുന്ന ഇഷ്ടമില്ലല്ലോ. നിന്റെ ഈ തള്ളിപ്പോഴും ഉണ്ടല്ലേ? ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ ചേച്ചിയുടെ അന്നേരം അതൊക്കെ ഞാൻ ക്ലിപ്പിട്ട് മാറ്റി തങ്കം. പല്ലൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടില്ലേ? ഇങ്ങനെ ആയിരുന്നു എന്റെ മുടി കിടന്നേ. സ്റ്റൈലല്ലേ? ഗൾഫിലിപ്പോ ജമന്തി എന്താ പറ്റിയേ? ഒന്നും മിണ്ടാതെ നിക്കുന്നേ. ആ ജമന്തി അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മിണ്ടൂല. വളരെ പതുക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. സിനി, നീ ഇവിടെ വന്നു പോയ പിന്നെ ഇവിടെ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായെന്ന് അറിയാമോ? അതിനുള്ള പൊടി ഇട്ടിട്ടാ ഞാൻ പോയത്. അത് ശരി. അപ്പൊ നീ ഇവിടെ ഒന്ന് ഇളക്കി മറിച്ചു. പിന്നല്ലാതെ ജമന്തിനെ അല്ല, തങ്കത്തിനിട്ട് ഞാനൊരു കൊട്ട് കൊട്ടിട്ടാ പോയത്. അല്ല അത് പോട്ടെ. നീ പിന്നെ ഇവിടെ അന്വേഷിച്ചു വന്ന് ഇരുന്ന് സംസാരിക്കാന്ന്. അയ്യോ, കേറാൻ സമയമില്ല. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അറിയത്തില്ലേ, നമ്മുടെ കൂടെ പഠിച്ച സേതുലക്ഷ്മി ഉണ്ട്, ഷീബ, മുബീർ, അങ്ങനെ കുറച്ച് 5-6 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മുബീറൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. എന്ത് സംഭവം? നമ്മളുടെ സ്കൂളിന്റെ റീയൂണിയൻ ഗെറ്റ് ടുഗദർ നടത്തണം. അപ്പൊ ഞാൻ ദുബായിലല്ലായിരുന്നോ, നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ആദ്യം ചെയ്തത് പഴയ ഫ്രണ്ട്സിനെ ഒക്കെ തപ്പി പിടിച്ചെടുക്കാന്നുള്ളതായിരുന്നു. എല്ലാരും കിട്ടിയോ? പിന്നെ അതിനെല്ലാം ഫേസ്ബുക്കും ഗൂഗിളും വാട്സപ്പും ഒക്കെ ഉള്ളത്. കുട്ടിയിരുന്ന് മെനക്കെട്ട് എല്ലാരും തപ്പി പിടിച്ചെടുത്തു. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. അല്ലേ, അതെ, അന്ന് ഇവിടെ വന്നപ്പോ ഈ വിവരം ഒന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് പോകൂടെ? അപ്പൊ ഇവരുടെ ഒരു എന്താ പറയാ തുള്ളലും സംശയമൊക്കെ ഒന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു തമാശ ആയിരുന്നു.
ഇവരെ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ വേണ്ടിട്ട്. ഞങ്ങളങ്ങനെ വിശ്വസിച്ചൊന്നുമില്ല. അതെനിക്ക് മനസ്സിലായി. വിശ്വസിച്ചില്ല. അപ്പം 15-ാം തീയതിയാണ് LP സ്കൂളിൽ വെച്ച്. LP സ്കൂളിൽ. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വാട്സപ്പ് ചെയ്തു തരാം. അപ്പൊ നിങ്ങൾ എല്ലാരും വരണം. പരിപാടികളുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടികൾ ഉണ്ടാവും, നമ്മുടെ പരിപാടി, നമ്മളൊക്കെ ഇപ്പൊ മനസ്സുകൊണ്ട് കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ നമ്മുടെ പരിപാടികളും ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒരു ചെറിയ കലാപരിപാടി, ഒരു ഗെറ്റ് ടുഗദർ, ഒരു ഡിന്നർ ഒക്കെ. അതെ, പിന്നെ ഇവര് ഒരാൾ പാട്ട്, ഒരാൾ ഡാൻസ്. ജമന്തി ഡാൻസ് കളിക്കും. അപ്പൊ നമുക്ക് ജമന്തിയുടെ ഒരു ഡാൻസ് പ്രോഗ്രാമും കൂടെ വെക്കാം. തങ്കം പാട്ട് പാടും അല്ലേ? രണ്ടുപേരുടെയും പ്രോഗ്രാം. പാട്ട് കേട്ടല്ലേ ഈ വീട്ടിലെല്ലാരും ഉറങ്ങണേ. അപ്പൊ രണ്ടുപേരുടെയും പ്രോഗ്രാമും അതും ഫിക്സ് ആക്കിയിരിക്കും. അപ്പൊ ഞാൻ ഇനി നീങ്ങിക്കോട്ടെ. അപ്പം ലൈഫൊക്കെ സന്തോഷമാണല്ലോ അല്ലേ? ഭയങ്കര ഹാപ്പിയാ. അപ്പൊ കാണാം. ഓക്കെ.